അടുത്ത ടോപ്പിക്കാണ് സീസണൽ വേരിയേഷൻ അഥവാ നമുക്ക് ഒരു ട്രെൻഡ്സ് മനസ്സിലാക്കാനുള്ള ഒരു മെത്തേഡ്. സീസണൽ വേരിയേഷൻ മനസ്സിലാക്കാനുള്ള ഒരു മെത്തേഡ്. അതിൽ ഫസ്റ്റ് മെയിൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് സിമ്പിൾ ആവറേജ് മെത്തേഡ്. ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു ഡിഫറെൻറ്റ് മന്ത്സ് തന്നിട്ടുണ്ടായിരിക്കും. ഡിഫറെൻറ്റ് ഇയേഴ്സിലെ അതിൽ ഓരോ ഇയറിലും ഏതൊക്കെ മന്തിൽ എത്ര ടൺസാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് എന്നുള്ളൊരു ഡാറ്റ തന്നിട്ടുണ്ട്. നമുക്ക് ഓരോ സീസൺ അഥവാ ജാനുവരി ഡിഫറെൻറ്റ് ഇയേഴ്സിൽ ഒരു പെർട്ടിക്കുലർ പീരിയഡിലെ സീസണൽ ഇൻഡെക്സ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു മെത്തേഡാണ്. ഡിഫറെൻറ്റ് ഇയേഴ്സ്, ആ ഡിഫറെൻറ്റ് ഇയേഴ്സിൽ എത്രത്തോളമാണ് ആ ഒരു പെർട്ടിക്കുലർ മന്ത് അല്ലെങ്കിൽ ആ പെർട്ടിക്കുലർ പീരിയഡിലുള്ള സീസണൽ ഇൻഡെക്സ് മനസ്സിലാക്കാനുള്ള ഒരു മെത്തേഡാണ് സിമ്പിൾ ആവറേജ് മെത്തേഡ് ഫോർ സീസണൽ വേരിയേഷൻ. സീസണൽ ഇൻഡെക്സ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് ആവറേജ് ഡിവൈഡഡ് ബൈ ആവറേജ് ഓഫ് ആവറേജ് ഇൻറ്റു 100. നമുക്കത് പ്രോബ്ലം വെച്ച് നോക്കുമ്പോൾ മനസ്സിലാവും. നമുക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യനിൽ മന്ത് തന്നിട്ടുണ്ട്, ഇയേഴ്സ് തന്നിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ കണ്ടുപിടിക്കേണ്ടത് മന്ത്ലി ടോട്ടൽ കണ്ടുപിടിക്കുക അഥവാ ഡിഫറെൻറ്റ് ഇയേഴ്സിലെ ടോട്ടൽ 12 + 15 + 16 43. അതുപോലെ ഡിഫറെൻറ്റ് മന്ത്സിൻ്റെ ടോട്ടൽ കണ്ടുപിടിച്ചു. അതിനുശേഷം ആവറേജ് കണ്ടുപിടിക്കുക. ആവറേജ് എന്ന് പറഞ്ഞാൽ മന്ത്ലി ആവറേജ് അല്ലെങ്കിൽ ആ പീരിയഡിക് ആവറേജ് എന്ന് പറയുന്നത് ടോട്ടൽ ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് പീരിയഡ്സ് അല്ലെങ്കിൽ നമ്പർ ഓഫ് ഇയേഴ്സ്. അപ്പോൾ നമുക്ക് 43 ഡിവൈഡഡ് ബൈ 3 14.33. അങ്ങനെ ഡിഫറെൻറ്റ് പീരിയഡ്സിൻ്റെ ആവറേജ് കണ്ടുപിടിച്ചു. അതിനുശേഷം നമ്മൾ കണ്ടുപിടിക്കുന്നത് ആവറേജ് ഓഫ് ആവറേജ്. ആവറേജ് ഓഫ് ആവറേജ് എന്ന് പറഞ്ഞാൽ ഈ ആവറേജിൻ്റെ സമ്മ് കണ്ടുപിടിക്കുക, അത് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് പീരിയഡ്സ് 55.32 ഡിവൈഡഡ് ബൈ 4 വിച്ച് ഈസ് 13.83. അതിനുശേഷം സീസണൽ ഇൻഡെക്സ് എന്ന് പറഞ്ഞാൽ ആവറേജ് ഡിവൈഡഡ് ബൈ ആവറേജ് ഓഫ് ആവറേജ് ഇൻറ്റു 100 അഥവാ 14.33 ഡിവൈഡഡ് ബൈ 13.83 ഇൻറ്റു 100 നമുക്ക് കിട്ടുന്ന 103. അതുപോലെ 96, 89, 110 എന്നുള്ളതാണ് സീസണൽ ഇൻഡെക്സ് ഫോർ ദീസ് പീരിയഡ്സ്. നമുക്കൊരു വേറൊരു എക്സാമ്പിൾ കൂടി നോക്കാം. നമുക്ക് ഡിഫറെൻറ്റ് ഇയേഴ്സ് തന്നിട്ടുണ്ട്. ആ ഡിഫറെൻറ്റ് ഇയേഴ്സിലെ ക്വാർട്ടൈൽസ് തന്നിട്ടുണ്ട്. 4 മന്ത്സ് ആയിട്ടുള്ള ഒരു പീരീഡ് നമുക്ക് തന്നിട്ടുണ്ട്. ഇതിൽ നമുക്ക് ഓരോ ക്വാർട്ടൈലിൻ്റെയും സീസണൽ ഇൻഡെക്സ് കണ്ടുപിടിക്കാനാണ് ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത്. നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇയേഴ്സ് നമ്മൾ ഇങ്ങനെ എഴുതി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കാൽക്കുലേഷൻ ചെയ്യാനൊക്കെ എളുപ്പമായി തീരും. നമുക്ക് ക്വാർട്ടൈൽസ് തന്നിട്ടുണ്ട്. ഇവിടെ നമ്മളത് എടുത്തെഴുതി. അതിനുശേഷം ടോട്ടൽ കണ്ടുപിടിക്കുക. ടോട്ടൽ എന്ന് പറഞ്ഞാൽ 376 ആണ്. 376 ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഇയേഴ്സ് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ 5 ഇയേഴ്സ് ആണ് തന്നിട്ടുള്ളത്. 376 ബൈ 5 എന്ന് പറയുമ്പോൾ നമുക്ക് ആവറേജ് കിട്ടും. ക്വാർട്ടൈൽ ആവറേജ് കിട്ടും 75.2. സിമിലർലി നമ്മൾ 4 ക്വാർട്ടൈൽസിൻ്റെയും ആവറേജസ് കണ്ടുപിടിക്കാം. അതിനുശേഷം ആവറേജ് ഓഫ് ആവറേജ് എന്ന് പറയുന്നത് ഇതിനെല്ലാം സമ്മ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് പീരിയഡ്സ് നമുക്ക് 76.4 കിട്ടും. സീസണൽ ഇൻഡെക്സ് കണ്ടുപിടിക്കാൻ ആവറേജ് ഡിവൈഡഡ് ബൈ ആവറേജ് ഓഫ് ആവറേജ് അഥവാ 75.2 ഡിവൈഡഡ് ബൈ 76.4 ഇൻറ്റു 100 ചെയ്ത് കഴിഞ്ഞാൽ 98.43, 92.15, 108.9, 100.52. ഇതാണ് ഈ പീരിയഡ്സിൻ്റെ സീസണൽ ഇൻഡെക്സസ്.